Hi friends, welcome to my YouTube channel H Media. Three Max Beginner to Advanced Tutorialsന്റെ 79th ലെസനാണിത്. ഈ ലെസണിലൂടെ 3D Max സ്മാർട്ട് ഒബ്ജക്ട്സിനെ കുറിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്ട്സ്, സ്മാർട്ട് റൂഫ്സ്, സ്മാർട്ട് ഹെൽപ്പേഴ്സ്, സ്മാർട്ട് ഫ്ലോർസ് എന്നിങ്ങനെ 3 സെക്ഷനായാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ 3D Max സ്മാർട്ട് ഒബ്ജക്റ്റ് ഫയൽസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മെർജ് ചെയ്ത് യൂസ് ചെയ്യുകയോ AV സ്റ്റുഡിയോ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ സ്മാർട്ട് ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ സ്മാർട്ട് ഒബ്ജക്ട്സ് നമ്മളുടെ വർക്കുകളിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. AV സ്റ്റുഡിയോയുടെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പ് സ്റ്റോർ എന്ന ഈ ഒരു ബട്ടണിൽ നിന്ന് AV സ്റ്റുഡിയോ ടൂൾസ് ആക്സസ് ചെയ്യാനും ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് സ്മാർട്ട് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. കൂടാതെ 3D Max ഫോർമാറ്റിലുള്ള ഈ ഒരു സ്മാർട്ട് ഒബ്ജക്ട്സിനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സീനിലേക്ക് മെർജ് ചെയ്തുകൊണ്ടും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഫയൽസിന്റെ സെക്ഷനിൽ റൂഫ് ടൈൽസ് ഇവിടെ കാണാവുന്നതാണ്. ആദ്യമായി നമുക്ക് ഈ ഒരു റൂഫ് ടൈൽസിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു റൂഫിലേക്ക് നമുക്ക് അസൈൻ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ഫയൽസ് എന്ന സെക്ഷനിൽ ഈ ഒരു റൂഫ് സിമ്പിൾ ടൈൽസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ താഴെ ഒബ്ജക്ട്സ് എന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈ ഒരു 2 ടൈപ്പ് സ്മാർട്ട് ഒബ്ജക്ട്സ് ഇവിടെ അവൈലബിൾ ആണെന്ന് നമുക്ക് കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്ന് ഈ 2 സെക്ഷൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതുപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇമ്പോർട്ട് സെലക്റ്റഡ് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സീനിലേക്ക് നമുക്കതിനെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സീനിലേക്ക് ഈ 2 സ്മാർട്ട് ഒബ്ജക്റ്റുകൾ മെർജ് ആയിരിക്കുകയാണ്. ആദ്യമായി ഞാൻ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈൽ എഡിറ്റബിൾ മെഷ് ഫോർമാറ്റിലാണ് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ എഡിറ്റബിൾ മെഷിന്റെ പാരാമീറ്ററിൽ സ്മാർട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന ഈ ഒരു പ്രോപ്പർട്ടീസ് ഇവിടെ അഡീഷണൽ ആയി നമുക്കിതിൽ അവൈലബിൾ ആണ്. നമുക്കിവിടെ ബിൽഡ് ന്യൂ ഫ്രം എഡ്ജ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ സ്മാർട്ട് ഒബ്ജക്റ്റിനെ നമുക്ക് വേണ്ട ഏരിയയിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റൂഫിലേക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ഇതിലേക്ക് ആഡ് ആവുന്നതായി കാണാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു അഡ്ജസ്റ്റിനനുസരിച്ച് ഇതുപോലെ നമുക്ക് ഈ ഒരു കോർണർ ടൈൽസ് ഇവിടെ ആഡ് ആവുകയാണ്. അടുത്തായി ഈ ഒരു റൂഫ് ടൈൽസിനെ സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബിൽഡ് ന്യൂ ഫ്രം പോളിഗൺ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടൈൽ ആഡ് ചെയ്യേണ്ട ഏരിയയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ടൈൽസിനെ ഇതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ക്വിക്കായി നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് ഈ ഒരു ടൈൽസിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്മാർട്ട് ഒബ്ജക്ട്സിനെ നമ്മൾ ഒരു ഏരിയയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ആദ്യം മെർജ് ചെയ്ത ഈ ഫയൽസിനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ഏരിയയിലേക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്ട്സിനെ ആഡ് ചെയ്യാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ച ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇനി ആവശ്യമുള്ള ഏരിയയിലേക്കും നമുക്കിതിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു റൂഫ് ടൈൽസിനെ ഇതുപോലെ ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റുകളിൽ റൂഫ് മെറ്റൽ ഷീറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഏരിയയിലേക്ക് മെറ്റൽ ഷീറ്റ്സിനെ ആഡ് ചെയ്യണമെങ്കിലും നമുക്കിതിൽ നിന്ന് ഈ സ്മാർട്ട് ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു മെറ്റൽ ഷീറ്റിന്റെ സ്മാർട്ട് ഒബ്ജക്റ്റും ഇതുപോലെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നിന്ന് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റായി തന്നെ നമുക്കിതിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഈസിയായി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്ട്സിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്ട്സിന്റെ സ്മാർട്ട് ഫ്ലോർസ് എന്ന കാറ്റഗറി ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് പേവിംഗ് സ്റ്റോൺസ്, വുഡ് ഫ്ലോർസ് തുടങ്ങിയവ ഈ ഒരു സെക്ഷനിൽ നിന്ന് ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു സ്മാർട്ട് ഫ്ലോർ ഒബ്ജക്റ്റ്
ആഡ് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യാം. നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മോഡിഫയറിൽ നിന്ന് ഒരു എഡിറ്റ് പോളി മോഡിഫയർ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു എഡിറ്റ് പോളി മോഡിഫയർ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഇതുപോലെ ഫില്ലായി ലഭിച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്മാർട്ട് ഫ്ലോർ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് സെക്ഷനിൽ നിന്ന് ഈ സ്മാർട്ട് ഒബ്ജക്റ്റുകളെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് ഇനി ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള സ്മാർട്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നിന്ന് ബിൽഡ് ഫ്രം പോളിഗൺ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഏരിയയിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു പേവിംഗ് സ്റ്റോൺ ഇതുപോലെ ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. നമുക്ക് വേറൊരു പാറ്റേൺ ട്രൈ ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്ത പാറ്റേൺ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നിന്ന് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി നമുക്കൊരു ഏരിയയിലേക്ക് ഒരു പേവിംഗ് സ്റ്റോണോ ഒരു വുഡ് ഫ്ലോറോ ആഡ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വുഡ് ഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന എഡ്ജിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫ്ലോറിൻ്റെ ഡയറക്ഷൻ നമുക്കിതിൽ ലഭിക്കുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് ഈ ഒരു ഫ്ലോർ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഇത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ഈ ഒരു ബിൽഡ് ഫ്രം പോളിഗൺ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലെ എഡ്ജിൻ്റെ അടുത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫ്ലോർ ഈ ഒരു ഡയറക്ഷനിൽ നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ വളരെ ഈസിയായി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ സ്മാർട്ട് ഒബ്ജക്റ്റിലെ അടുത്ത കാറ്റഗറി സ്മാർട്ട് ഹെൽപ്പേഴ്സ് ആണ്. സ്മാർട്ട് ഹെൽപ്പേഴ്സിൽ ഓട്ടോ അലൈൻ വെഹിക്കിൾസ് എന്ന ഓപ്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ടെറൈൻ ഏരിയയിലേക്ക് വെഹിക്കിൾസിനെ അലൈൻ ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു കാറിനെ ഈ ഒരു ടെറൈൻ ഏരിയയിലേക്ക് കറക്റ്റായി പ്ലേസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം നമുക്കതിനായി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഹെൽപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഒരു വെഹിക്കിളിനെ പ്ലേസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ഒരു കാറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഹെൽപ്പറിൽ നിന്ന് ഓട്ടോ അലൈൻ കാർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ഓട്ടോ അലൈൻ കാർ എന്ന ഈ ഒരു സ്മാർട്ട് ഹെൽപ്പറിനെ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു എഡിറ്റബിൾ സ്പ്ലൈൻ ആയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു എഡിറ്റബിൾ സ്പ്ലൈനിൽ ചേഞ്ചസ് വരുത്തുകയോ നമ്മളുടെ സീനിലെ കാറുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ കോപ്പി എടുക്കുവാനും സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു സീനിൽ ഈ ഒരു ഹെൽപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാറിനെയാണ് നമ്മൾ ഈ ഒരു ടെറൈനിലേക്ക് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഈ ഒരു കാറിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ഹെൽപ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു മെയിൻ ടൂൾ ബാറിൽ നിന്ന് സെലക്ട് ആൻഡ് ലിങ്ക് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാറിനെ ഈ ഒരു ഹെൽപ്പറുമായി ലിങ്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു കാറിനെ ഈ ഒരു ഹെൽപ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ഹെൽപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാറും ഇതിനോടൊപ്പം മൂവ് ആകുന്നതായി കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഹെൽപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് മോഡിഫൈ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓട്ടോ അലൈൻ വെഹിക്കിൾസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാറ് ഈ ഒരു ടെറൈനിൽ കറക്റ്റായി പ്ലേസ് ആകുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കാർ ഈ ഒരു ടെറൈനിലേക്ക് കറക്റ്റായി പ്ലേസ് ആയിരിക്കുകയാണ്. ഈ വീൽസിൻ്റെ പൊസിഷൻ ചെറുതായി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സർഫസ് ഓഫ്സെറ്റ്, ടോളറൻസ് തുടങ്ങിയ ഓപ്ഷൻസിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഓട്ടോ അലൈൻ വെഹിക്കിൾസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 20 മില്ലിമീറ്റർ ഈ ഒരു സർഫസ് ഓഫ്സെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഓട്ടോ അലൈൻ വെഹിക്കിൾസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു കാറിൻ്റെ വീല് ഈ ഒരു ടെറൈനിൽ നിന്ന് 20 മില്ലിമീറ്റർ ഇതുപോലെ മൂവ് ആയിരിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ കാറിൻ്റെ വീൽസിനെ അഡ്ജസ്റ്റ് ചെയ്യാനും മഡ്, സ്നോ തുടങ്ങിയ സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ കാറിൻ്റെ വീൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്ത ഈ ഒരു ഹെൽപ്പർ പോലെ തന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള സ്മാർട്ട് ഹെൽപ്പേഴ്സിനെയും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ വർക്കുകളിലേക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്ട്സിനെ യൂസ് ചെയ്യാനും നമ്മളുടെ വർക്കിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്.
ഞാൻ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്ട്സിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.